ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് അനീഷേട്ടൻ നിങ്ങളെല്ലാവരും അങ്ങനെ ഇങ്ങനത്തെ ലോങ് വീഡിയോയിലൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് എന്തായാലും അനീഷേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം സത്യം പറഞ്ഞാൽ പേടിയാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ വരുന്ന തലമുറയിൽ ഉള്ള കുട്ടികളൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ എങ്ങനെ പറഞ്ഞേക്കാം? ഒരു ഗ്യാരണ്ടി ഇല്ല. സ്കൂളിൽ പോയിട്ട് മക്കൾ തിരിച്ചു വരും എന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ അവിടെ ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ അറിയോ, എന്ത് ചെയ്താലും അതിന് ശക്തമായിട്ടുള്ള നടപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ദിനംപ്രതി നിയമമാണ് എല്ലാത്തിനും പ്രശ്നം. നിയമമൊക്കെ വളരെ മോശമാണ്. ഈ മയക്കുമരുന്ന് കേസിലൊക്കെ പിടിക്കപ്പെടുന്ന ആൾക്കാരൊക്കെ ചുരുക്കം ചില ദിവസം ജയിലിൽ കടന്ന് പിന്നെ പുറത്തേക്ക് വന്ന് അതിൽ കൂടുതൽ മയക്കുമരുന്നും സാധനങ്ങളും വിൽക്കാനുള്ള എല്ലാവിധ സെറ്റപ്പോടു കൂടിയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അവിടെ എത്തുമ്പോൾ അവിടെ നല്ല സുഭിക്ഷമായ ഭക്ഷണം, ഒരു പണിയെടുക്കണ്ട. ഇനി അഥവാ എന്തെങ്കിലും പണിയെടുക്കണേ തന്നെ ചെറിയ എന്തെങ്കിലും ചപ്പാത്തിയോ കാര്യം അവർക്ക് എല്ലാവിധ ഭക്ഷണവും ഇത് വീട്ടിൽ നിന്ന് പോലും കിട്ടാനുണ്ടാവില്ല. മട്ടൻ കറി, ചിക്കൻ കറി, ഗോവിന്ദ ചാമ്പിന്റെ മേക്കോർ തന്നെ ഭയങ്കര അല്ലായിരുന്നു. പോകുമ്പം ഇങ്ങനെയായിരുന്നു, വരുമ്പോ അതാണ് എല്ലാവിധ സുഭിക്ഷ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ജയിലിൽ ഈ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് വല്ല അംഗനവാടിയിലുള്ള ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് ജയിലിൽ എന്തെങ്കിലും ചെറിയ ഭക്ഷണം, കഞ്ഞി പയറോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്താൽ മതി. കുറ്റവാളികളല്ലേ, അത് മതി. അങ്ങനത്തെ ഭക്ഷണം കാര്യങ്ങളും ശിക്ഷ ഒന്നും കൂടി ശക്തമായ ശിക്ഷയാക്കുക. ഈ ഇപ്പൊ ഉള്ള ശിക്ഷനെക്കാട്ടും പിന്നെ കുറച്ചും കൂടി ഇതുള്ള ടഫായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷ നടപ്പാക്കുക. എന്നാലേ ഈ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ആൾക്കാർ ബാക്കോട്ട് നിൽക്കുള്ളൂ. ഇത് പോയി വന്നാൽ പേര് വന്നാൽ ഒരു 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞാൽ സ്വന്തം ജാമ്യം പുറത്തിറങ്ങുക, അങ്ങനത്തെ നിലപാടാണ്. ആർക്കും എന്ത് ചെയ്യാന്നുള്ള അതല്ല, ഇറക്കാനും ആളുണ്ട്. ഏത് പാവപ്പെട്ടവനും പിടിപാടില്ലെങ്കിൽ അവസാനം ആളൂരെത്തും. ഇതിനൊക്കെ പൈസ ഇടുന്ന ഉണ്ടാവണമെന്നാണ്. എല്ലാത്തിന്റെ ബാക്കിൽ ഒരു പല ഓരോ ബിസിനസ് ബാക്കിൽ അതിൻ്റെതായ ലോബികളുണ്ട്. അപ്പോൾ ഓരോ ആരെ പിടിച്ചാലും എന്താക്കിയാലും സ്വർണം, ബ്ലാക്ക് സ്വർണം വരികയാണെങ്കിലും ഈ മയക്കുമരുന്നാണെങ്കിലും എന്തിനും അതിന്റെ ബാക്കിൽ ഇന്ന് പിടിക്കപ്പെട്ട നാളെ പോലെ പുറത്തിറക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ധൈര്യം വെച്ചിട്ടാണ് എല്ലാ ബിസിനസ്സും ഇപ്പോൾ ചെയ്ത് നടന്നുകൊടുക്കുന്നത്. ഈ ബിസിനസിന് പുറത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഈ വരും തലമുറ നശിച്ചു പോവുകയും ചെയ്യുക. ഏത് എല്ലാ വിധത്തിലും പിന്നെ ഒരു കാരണത്താലും ഒരു നല്ല രീതിയിലുള്ള ഒരു തലമുറ ഇനി ഉണ്ടാവുന്നുള്ള എന്താ പറയാ, ഇപ്പൊ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഞങ്ങളെ ആ ഭാഗത്തുള്ള സ്കൂളുകളിൽ തന്നെ പല സ്കൂളുകളിലും ഈ ഡ്രഗ്സിന്റെ പിടിച്ചിട്ട് അത് പലർക്കും അറിയാം, കുട്ടികൾക്കും അറിയാം, ഒക്കെ അറിയാം. ഞങ്ങളെ ക്ലാസ്സിലുണ്ട് അങ്ങനത്തെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെന്ന് കുറെ കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്. പക്ഷെ ഇതിനൊന്നും പ്രതികരണം ഉണ്ടാവണില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതെന്താ അതിന്റെ കാരണം? ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ ആൾക്കാർ, അതല്ല ഇപ്പൊ വിഷയം. ഇപ്പൊ ആ കുട്ടീനെ കൊന്നിട്ട് ഇപ്പൊ ആ കുട്ടി പിന്നെ ആ കുട്ടീന്റെ വീട്ടുകാർക്കും പിന്നെ ബാക്കിയുള്ള ഓരോ കുടുംബക്കാർക്കും മാത്രം നഷ്ടം. ഈ ഒരു പരീക്ഷ നടക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്ത് അല്ലെങ്കിൽ ഒരു കോപ്പി അടിക്കുക ചെയ്താൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്ത നിലപാടുള്ള സർക്കാരിന് മാത്രമല്ല, അങ്ങനത്തെ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ആ സംവിധാനം ഉള്ള സ്ഥലത്താണ് ഇപ്പൊ ഒരു വിദ്യാർത്ഥിനെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് കൊന്നിട്ട് ഇപ്പൊ ആ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുക. എന്ത് നിയമമാണ്? എല്ലാവിധ എല്ലാവിധ സുരക്ഷയോടും കൂടി കൊണ്ടുപോയിട്ട് മറ്റേ സ്ഥലത്ത് വെച്ച് ഓരോ പരീക്ഷ എഴുതാൻ സമ്മതിക്കാനല്ലേ? ഒരു പരീക്ഷ അല്ല, ഓർക്ക് ഇനി തുടർ വിദ്യാഭ്യാസം തന്നെ കൊടുക്കരുത്. ഒരു കോളേജിലല്ല, ഒരു സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എവിടെ പിന്നെ ജോയിൻ ചെയ്യാൻ സമ്മതിക്കരുത്. ഓരോ വിദ്യാഭ്യാസം വേണ്ട. എന്തിനാണ് ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല? അങ്ങനത്തെ മനോഭാവമുള്ള ആൾക്കാരെ ഏത് ജോലി പ്രവേശിച്ചാലും എങ്ങനെ ശരിയാവുക? എല്ലാവർക്കും വിപത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അവനവന്റെ വീട്ടിലാണ് സംഭവിച്ചത്. ഓരോരുത്തർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പൊ അവർക്ക് ആ പിന്നെ പരിച്ച മോന്റെ വീട്ടിലുള്ള ആൾക്കാർക്കും ഓരോ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഓർക്കൊക്കെ അതിന്റെ വിഷമം അറിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് വിഷമവും? അതിലിപ്പോ പിടിക്കപ്പെട്ട ആളുകളിൽ ഉന്നതമായ പോലീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വരെ മക്കൾ വരെ ഉണ്ട് എന്നൊക്കെയാ പറയണേ. അപ്പൊ അതിനോണ്ട് എന്താ, ആ സാധനം ഓരോ പരീക്ഷ എഴുതാനോ അതിപ്പോ കേസായിട്ട് ഒത്തുതീർപ്പായി പോകും. യാതൊരു വിധ പ്രശ്നമില്ല. അപ്പൊ അടുത്ത കോളേജിൽ പോയി ആ വീഡിയോ ഒരാളെ കൊന്നാലും കൂട്ടത്തോട് കൂടി കൊന്നാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇട്ടില്ലേ? അതന്നെ. അപ്പൊ ഈ വോയിസ് ഇടാനുള്ള ഓൾക്ക് ഈ പ്രചോദനമൊക്കെ കിട്ടുന്നത് പിന്നെ ഈ ശിക്ഷകള് ഇത്രയും മോശമായ ശിക്ഷാ നടപടിയാണ്. ഈ ശിക്ഷാ നടപടി ഒന്നും കൂടി കടുത്ത ശിക്ഷകളാക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിന് ഇനി പിന്നെ എന്താ പറയാ, ഈ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഈ ചെറിയ തലമുറകളിൽ
കൂടി വരുന്ന പ്രവണത കുറയണമെങ്കിൽ ശിക്ഷാ നടപടി കുറച്ചും കൂടി കടുത്ത ശിക്ഷാ നടപടി ആക്കണം. അല്ലാതെ ഈ ചെറിയ രീതിയിലുള്ള ശിക്ഷയും കാര്യങ്ങളായിട്ടാണ് ഈ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ തന്നെ പിന്നെ ആവർത്തിക്കാനുള്ള മനോഭാവം കുട്ടികളിൽ ഉണ്ടാവുന്നതും. വേറെ ഇനി എന്ത് ക്രിമിനൽ ആണെങ്കിലും ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കടത്തുന്നതിനുള്ള ഇതാണെങ്കിലും അവർക്കൊക്കെ നല്ല ശിക്ഷ, ഇത് നല്ല കടുത്ത ശിക്ഷ കൊടുക്കുക. അല്ലാതെ ഈ ചെറിയ ശിക്ഷയും കാര്യമായത് കൊണ്ട് ഒരു കാര്യം അത് പിടിച്ച് ഈ 90 ദിവസം അല്ലെങ്കിൽ 65 ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങാന്നുള്ള ഒരു നിലപാടുള്ളത് കൊണ്ടാണ് ഇത്രയും മോശമായ രീതിയിൽ പിന്നെ ഈ സംഗതികൾ തുടർന്ന് ഇന്ന് കേൾക്കണേ നാളെ അതിന്റെ അപ്പുറത്തെ ഡബിളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനുള്ള കാരണം. അപ്പോ ആർക്ക് എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കില്ല. കാരണം എല്ലാരും ഈ ഫോണും കാര്യങ്ങളും ഇപ്പൊ അപ്ഡേറ്റ് ആയതുകൊണ്ടിരിക്കും. എല്ലാവർക്കും ന്യൂസും കാര്യങ്ങളും കുട്ടികൾക്കൊക്കെ മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്നുള്ള അവർക്ക് അറിയാം. അപ്പം വീണ്ടും ഇങ്ങനെ ചെയ്തോണ്ട് നിൽക്കും. അതാണ്. അപ്പൊ എല്ലാരും നമ്മളെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇത് പറഞ്ഞുള്ളൂ. അപ്പൊ എല്ലാരും നിങ്ങളൊക്കെ അഭിപ്രായം എന്താണോ ഈ നമ്മൾ പറഞ്ഞതിനെ പറ്റിയിട്ടുള്ളതിൽ എന്താണോ നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യുക, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മളെ സർക്കാർ ഇതിന് എന്താ പറയാ ഈ ശിക്ഷ കാര്യങ്ങളൊക്കെ ഒന്ന് കടുത്ത നിലപാടിലേക്ക് കൊണ്ടുവരാനുള്ള രീതിയിൽ ഉള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മളൊരു അഭിപ്രായം. ആ മോന് നീതി കിട്ടട്ടെ എന്നുള്ളതാണ് എല്ലാരും. അങ്ങനത്തെ ഒരു കുട്ടിക്കും അങ്ങനത്തെ ഒരു സ്ഥിതി വരാതിരിക്കട്ടെ എന്നുള്ള ഒരു ലെവലിലാണ് നമ്മളെ ചിന്തിക്കുന്നത്. അപ്പൊ അതുപോലെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് വെച്ചാൽ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, എന്തായാലും ഇത്രയാണ് പറയാനുള്ളത്.